കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കൽ ലക്ഷ്യമിട്ടാണ് കെ.എസ്.യു. പ്രവർത്തകർ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്നലെ എത്തിയത്. വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ വൈകിട്ടൊക്കെ നമ്മൾ കണ്ടത്. എസ് ഷീജ തിരുവനന്തപുരത്തും ചേർന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം വിശദാംശങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിടുമ്പോൾ ഏത് രീതിയിലാണ് കെ.എസ്.യു. പ്രവർത്തകർ പ്രതികരിക്കുക എന്ന് കാലങ്ങളായിട്ടുള്ള ചരിത്രം അവർ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ വർഷത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പിലും ബാലറ്റ് പേപ്പർ മുക്കി വരെ ഓടിയ കെ.എസ്.യു. പ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്നലെ വൈകിട്ട്. പക്ഷേ വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വിജയിക്കില്ല എന്ന ഘട്ടത്തിൽ ഉറപ്പ് വന്നപ്പോഴാണ് കെ.എസ്.യുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കല്ലേറ് വരെ ഉണ്ടായി. പുറത്ത് കെ.എസ്.യു. പ്രവർത്തകർ മാത്രമായിരുന്നില്ല, അവരെ സഹായിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ശിവപ്രസാദ് അടക്കം, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കം നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഇതിൽ SFI പ്രവർത്തകർ മാത്രമല്ല എന്നുള്ളതാണ്. ക്യാമ്പസിനുള്ളിൽ ഉണ്ടായിരുന്ന കെ.എസ്.യു. പ്രവർത്തകർക്കും ഈ കല്ലേറിലൊക്കെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷീജ, വിനിഷ, ഏതായാലും ഈ ഒരു സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് അത് പൂർണ്ണമായും അട്ടിമറിക്കുക എന്നത് തന്നെയായിരുന്നു കെ.എസ്.യു. പ്രവർത്തകരുടെ ലക്ഷ്യമെന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പോലും SFI വിദ്യാർത്ഥികൾ കോടതിയിൽ പോയതിനെ തുടർന്നായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ചരിത്രം സൃഷ്ടിച്ചായിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത് എല്ലാ സീറ്റുകളിലേക്കും SFIയുടെ പെൺകുട്ടികൾ വിജയിച്ച് ചരിത്രം രചിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ കണ്ടത്. പക്ഷേ വിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബാലറ്റ് പേപ്പറൊക്കെ എടുത്തു മാറ്റി ആ രീതിയിൽ ഈ ഫലപ്രഖ്യാപനം എങ്ങനെ നടത്താതിരിക്കാം എന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിരുന്നു. അതിനെ തുടർന്ന് വലിയ തോതിലുള്ള സംഘർഷം അന്ന് നടന്നിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും ഇവിടെ കെ.എസ്.യു. പ്രവർത്തകർ തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലാണ്. ഇതിനകത്തായിട്ടാണ് വിദ്യാർത്ഥികൾ എല്ലാവരും ഉണ്ടായിരുന്നത്. അകത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഉച്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നു. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ ഫലം വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. ഏകദേശം വൈകുന്നേരം 5 മണിവരെയും സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു. പക്ഷെ 5 മണിയോടുകൂടി ഭൂരിപക്ഷം സീറ്റുകളിലും SFI ആണ് വിജയിച്ചത് എന്ന ഫലപ്രഖ്യാപനം വരുന്നു. ഈ ഫലപ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഈ ക്യാമ്പസിനെ, ഈ സർവകലാശാല ആസ്ഥാനത്തിനകത്ത് ഇരുഭാഗങ്ങളിലായിട്ടാണ് കെ.എസ്.യു. SFI പ്രവർത്തകർ ക്യാമ്പ് ചെയ്തിരുന്നത്. SFI പ്രവർത്തകർ സ്വാഭാവികമായും അവരുടെ വിജയാഘോഷം ഈ കൂടുതൽ സീറ്റുകളിലും വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഒരു വിജയാഘോഷമൊക്കെ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഗേറ്റിന് സമീപത്ത് നിന്നും ക്യാമ്പ് ചെയ്തിരുന്ന കെ.എസ്.യു. പ്രവർത്തകരുടെ ഭാഗത്ത്, അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ഗേറ്റ് കാണാം, ആ ഗേറ്റിന് തൊട്ടടുത്ത് നിന്നാണ് ഈ ഒരു സംഘർഷത്തിന് തുടക്കമാകുന്നത്. അതിൻ്റെ ബാക്കി പത്രം നമുക്ക് ഇവിടെ ഈ റോഡിലടക്കം, ആസ്ഥാനത്തിന് മുന്നിലുള്ള റോഡിലടക്കം കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഭാഗത്തായി ചുടുകട്ടകൾ, വലിയ കരിങ്കല്ലുകൾ ഒക്കെ ഇപ്പോഴും കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് പുറത്ത് നിന്ന് കെ.എസ്.യു. പ്രവർത്തകർ, അല്ലെങ്കിൽ കെ.എസ്.യു. പ്രവർത്തകർക്ക് പിന്തുണയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഗുണ്ടകൾ സഹിതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അവരാണ് ഈ പുറത്ത് നിന്ന് അക്രമത്തിന് വലിയ തോതിലുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ഈ റോഡിലാണ് ഇവർ വലിയ തോതിൽ കല്ലുകൾ വലിച്ചെറിയുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള നിരവധി പേർ റോഡിലൂടെ യാത്ര ചെയ്ത സമയമായിരുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. എല്ലാവരും വൈകുന്നേരം ഓഫീസ് വിട്ട് വീടുകളിലേക്ക് പോകുന്നൊരു സമയമായിരുന്നു. ഒരു 6 മണി ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ കല്ലേറ് ഇവിടെ നിന്നും ഉണ്ടാകുന്നത്. ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ്സുകാർ ഈ ഒരു രക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് MLA ഹോസ്റ്റലിനകത്തേക്ക് വരെ കയറി ക്യാമ്പ് ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീടാണ് അവരെയൊക്കെ പുറത്തേക്കാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ രീതിയിൽ വലിയൊരു അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പ്രത്യേകിച്ചും നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനടക്കമാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ശിവപ്രസാദും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ കെ.എസ്.യു. പ്രവർത്തകർ അല്ലാത്തവർ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നതൊക്കെ ശിവപ്രസാദും ചോദിക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കെ.എസ്.യു. പ്രവർത്തകരായതില്ല. കെ.എസ്.യു. പ്രവർത്തകരുടെ കൂട്ടത്തിൽ സംസ്ഥാന
അധ്യക്ഷൻ അലോഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ക്യാമ്പസിനകത്ത് ഇവിടെ ഈ കേരള സർവകലാശാല ആസ്ഥാനത്തിനകത്ത് ഉണ്ടായിരുന്നു. അവരിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്കാണ് ഈ പുറത്തു നിന്നുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറിൽ പരിക്കേൽക്കുകയും അതിന് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വഴിയൊരുക്കിയതാകട്ടെ SFI പ്രവർത്തകരായിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഏത് വിധേനയും നിർത്തിവെക്കുക, അതായിരുന്നു ഇതിലൂടെ KSU പ്രവർത്തകർ ലക്ഷ്യമിട്ടത്. അതിനുവേണ്ടി ഒരാഴ്ചയിലധികമായി ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടെ പല ജില്ലകളിൽ നിന്നുള്ള KSU പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം തന്നെ ഗുണ്ടാ സംഘങ്ങളിൽ ഉൾപ്പെടുന്ന ചിലർ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി അത്തരത്തിലുള്ള സംഘങ്ങൾ ഇവിടെ പ്രത്യേകമായി തന്നെ എത്തിയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഒരു വൈകുന്നേരം 5 മണിയോടുകൂടി ആരംഭിച്ചത് ഏകദേശം 10 മണി വരെയും ഇവിടുത്തെ സ്ഥിതിഗതികൾ അത്രത്തോളം സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു. 6ഓളം SFI പ്രവർത്തകർക്ക്, സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള 6ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേർക്ക് തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. വിനിഷ, ആ രീതിയിൽ ഉള്ളൊരു അക്രമ പരമ്പരയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിനുശേഷം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമാണ് മറ്റ് ഫലപ്രഖ്യാപനങ്ങൾ ഒക്കെ ഇവിടെ നടന്നതും. ഏതായാലും ഈ വിഷയത്തിൽ SFI പ്രവർത്തകർ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള KSUവിന്റെ ശ്രമം അത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുകയില്ല. ഈ തെരഞ്ഞെടുപ്പ് നടന്നതുപോലും SFI പ്രവർത്തകർ കോടതിയിൽ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ജനാധിപത്യപരമായി നടക്കുന്ന ഈ ഒരു പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള നീക്കം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ KSU പ്രവർത്തകർക്ക് അവർ സംരക്ഷണം ഒരുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ SFI പ്രവർത്തകർക്ക് നേരെ KSU പ്രവർത്തകർ നടത്തിയ അക്രമം തടയാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില പോലീസുകാർ അവർക്ക് ഒത്താശ ചെയ്തു എന്ന തരത്തിൽ SFI പ്രവർത്തകർ ആരോപിച്ചിരുന്നു. അതിൽ കർശനമായ നടപടി വേണം എന്നുള്ളതും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ശിവപ്രസാദ് മാധ്യമങ്ങളെ കാണുമ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏതായാലും ആ രീതിയിലായിരുന്നു ഇന്നലെ രാത്രി നടന്ന ഇവിടുത്തെ സംഭവ വികാസങ്ങൾ. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം SFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. വിനിഷ, ശരി. ശ്രീജയാണ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്ന് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KSU നടത്തിയ സംഘർഷങ്ങളുടെ സമഗ്രമായ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കം 8 SFI പ്രവർത്തകർക്കാണ് പരുക്കേറ്റത്. പരുക്കേറ്റവരുടെ കൂട്ടത്തിൽ KSU പ്രവർത്തകരും ഉണ്ടായിരുന്നു. ശിവപ്രസാദ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പ്രതികരണം കാണാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ, ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായ മോഹൻ കുന്നുമലിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, ആ തെരഞ്ഞെടുപ്പിൽ SFI വിജയിക്കുന്ന ഘട്ടം വന്നപ്പോൾ മുണ്ടിനകത്ത് ബാലറ്റ് തിരികെ ഓടിയ KSUക്കാരെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സർവകലാശാലയുടെ ഗേറ്റ് ഒന്ന് കടന്ന് ഇവിടെ ഇരിക്കുന്ന VC-യോട് എന്തേ നിങ്ങൾ സർവകലാശാല യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് എന്നൊരു വാക്ക് ഈ കേരളത്തിനകത്തെ KSUവിന് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ ധൈര്യമുണ്ടായിട്ടില്ല. മോഹനൻ കുന്നുമൽ സംഘിയാണെങ്കിൽ ആ സംഘിക്ക് ഒത്താശ പാടുന്ന, വേണമെങ്കിൽ ഒരു ഗസല് പാട്ട് തന്നെ പാടിക്കൊടുക്കുന്ന, അതും കൂടി കടന്ന് അടുക്കളയിൽ പോയി കുശിനിപ്പണി ചെയ്യുന്നവരായി ഈ കേരളത്തിലെ KSUക്കാർ മാറിയിട്ട് മാസങ്ങളായില്ലേ. ഐതിഹാസിക സമര പോരാട്ടത്തിന്റെ വിജയം തന്നെയാണ് ഇന്നലെ കേരള സർവകലാശാല യൂണിയനിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ SFI നേടിയെടുത്തത് എന്ന് തന്നെ പറയണം. കാരണം ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി, തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനായി സർവകലാശാല VC മോഹനൻ കുന്നുമൽ ഏത് രീതിയിൽ ഇടപെട്ടു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെതിരെ SFI പ്രവർത്തകരാണ് കോടതിയിൽ പോകുന്നത്. ഈ കോടതി വിധിക്ക് ശേഷമാണ് കേരള സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ പോലും അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും അതിക്രമിച്ച യൂത്ത് കോൺഗ്രസുകാർ ഈ കോളേജിന് ക്യാമ്പസിന് പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ക്യാമ്പസിനകത്തേക്ക് തള്ളിക്കയറുന്ന ഒരവസ്ഥ ഇന്നലെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള കലാപങ്ങളാണ് ഇന്നലെ വൈകിട്ട് അവിടെ അഴിച്ചുവിട്ടത്. നേരത്തെ ഷീജ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു തന്നു. ഇഷ്ടിക കട്ടകളടക്കം അവിടെ പുറത്തുണ്ടായിരുന്നു. അത് വിദ്യാർത്ഥികളെ എറിയാൻ ഉപയോഗിച്ച ഇഷ്ടിക കട്ടകളാണ് എന്നതാണ് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വസ്തുത. തോൽവിയിലേക്ക് നീങ്ങുമ്പോൾ ഏത് രീതിയിൽ അക്രമം അഴിച്ചുവിടണം എന്ന് പറഞ്ഞ്
ആരും KSUവിനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാലാകാലങ്ങളായി അവർ തെളിയിക്കുന്നതാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും. ഏത് സർവകലാശാലകളിൽ തെരഞ്ഞെടുപ്പ് വന്നാലോ ഏത് ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് വന്നാലോ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ KSU കാലാകാലങ്ങളായി അഴിച്ചുവിടാറുണ്ട്. അതേ രീതി തന്നെയാണ് ഇന്നലെയും കണ്ടത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.